ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. എന്നത്തെയും പോലെ തന്നെ മീൻ മാർക്കറ്റിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ. പോകാന്ന് പറഞ്ഞാൽ ഇക്ക പറഞ്ഞ് പുതിയൊരു മീൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അവിടെ അങ്ങ് പോയി നോക്കാമെന്ന്. അങ്ങനെ പോയി നോക്കിട്ടോ. അപ്പോൾ തോണിയാണ് കേട്ടോ, കുറേ തോണി മാതിരി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മീൻ കടകളാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച റേറ്റിലൊന്നും നല്ല മീൻ അവിടെ ഇല്ല. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ച് നേരെ അങ്ങ് ബീഫാക്കി കേട്ടോ. അങ്ങനെ ബീഫ് കടയിൽ പോയി ബീഫൊക്കെ വാങ്ങി അങ്ങനെ വരുന്ന വൈക്ക എൻ്റെ പൊന്നെ കപ്പ ഇരിപ്പ് കാണുന്നു. പൂളാട്ടോ, കപ്പാന്നും പറയും പൂളാന്നും പറയും കേട്ടോ. അത് ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഇത് വേവിലെ ഒരേ കൺഫ്യൂഷനായിരുന്നു. കൺഫ്യൂഷനൊന്നും വേണമെങ്കിൽ ഒന്ന് വാങ്ങുക പറഞ്ഞു. അങ്ങനെ ഒരു സാധനം ഒരേ ഒരു കപ്പ വാങ്ങിട്ടോ. വീട്ടിൽ വന്ന് അത് നന്നായിട്ട് പെട്ടെന്ന് അതിനെ ചെറുതാക്കി അങ്ങ് അടുപ്പിലോട്ട് വെച്ചിട്ടോ. ഒരേ ടെൻഷനായിരുന്നു, വേഗൂലായിരുന്നു, ഒരേ ടെൻഷൻ. നല്ല വേവുള്ള പൂളാട്ടോ, എന്തോരം ടേസ്റ്റ് എൻ്റെ പൊന്നെ. എനിക്ക് എൻ്റെ നാട്ടിൽ കിട്ടുന്ന അതേ രുചിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ, ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അടിപൊളി പൂള, നല്ല വെന്തു, നല്ല പൊടിയുള്ള ഒരു ഐറ്റംസ് പൂള. അങ്ങനെ അത് കുറച്ച് പാത്രത്തിലും എടുത്ത് അങ്ങ് ഞാൻ മേലൊക്കെ ഒന്ന് കഴുകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി തിരിച്ച് വന്നപ്പോഴേക്കും ബീഫൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബീഫും കപ്പനെയും ഒരു പിടി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിക്കാൻ പോകുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഒരുപാട് കപ്പ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാൻ കപ്പ വാങ്ങി മടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രയും ടേസ്റ്റിൽ കപ്പ ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. എൻ്റെ നാട്ടിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഈ നാട്ടിൽ കേട്ടോ ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും നല്ലൊരു കപ്പ കിട്ടുന്നത്. അങ്ങനെ ആ കപ്പ നല്ല വെന്ത് നല്ല മാവ് പോലെ അങ്ങോട്ട് പൊടിഞ്ഞ് എന്തോരം ടേസ്റ്റ് എൻ്റെ പൊന്നെ. അതങ്ങ് ഞാനങ്ങ് കഴിച്ചു കേട്ടോ, വയറ് നിറയെ അത് കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. പിന്നെ എൻ്റെ പൊന്നെ 2 ദിവസമായിട്ട് ബറാത്തല്ലേ എന്നും പറഞ്ഞങ്ങാണ്ട് ബറാത്തിനെ ഫുള്ള് വീട് ക്ലീനാക്കിട്ടോ. ചെറിയ വീടാണെങ്കിലും എല്ലാ ഭാഗത്തും നമ്മളെ കയ്യെത്തന്നെ. അങ്ങനെ കയ്യെത്തി വലിഞ്ഞ് എല്ലാ ഭാഗത്തും നമ്മൾ വീട് ക്ലീനാക്കിയിട്ട് മൊത്തത്തിൽ ശരീരം അങ്ങോട്ട് വിയർത്ത് നിൽക്കുന്ന നേരത്തെ ഇക്ക ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടുള്ള ആ പായസം കുടിച്ച് അങ്ങനെ അന്ന് നേരം വെളുത്തേക്ക് തുടങ്ങിയതാണ് എൻ്റെ പൊന്നെ. എനിക്കുള്ള സുഖങ്ങൾ മൊത്തം ശരീരം, മേലുവേദന എൻ്റെ പൊന്നെ, പുറകെ കഴുത്ത് ഇടുപ്പ് മൊത്തത്തിൽ വേദനയായിരുന്നു കേട്ടോ. അങ്ങനെ വേദനയൊക്കെ സഹിച്ച് ഞാനിപ്പം കുറേ ആയത്തോളൊക്കെ ഓതി എണീച്ച് ഇന്ന് കുറച്ച് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുവന്ന ഈ കപ്പയും ബീഫും കഴിക്കാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് എൻ്റെ പൊന്നെ. ഇങ്ങനെ ഒരു ടേസ്റ്റില്ല കപ്പ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കഴിക്കാറ്. ഇവിടെ 4-5 വർഷമായിട്ട് എനിക്ക് ഇത്ര ടേസ്റ്റിലുള്ള കപ്പ കിട്ടിയിട്ടില്ല. അങ്ങനെ കപ്പയും ബീഫും കഴിച്ച് കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുളി എല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ ഞാൻ ഫുഡ് എടുത്ത് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ വെറും ചോറും വെണ്ടക്ക കറിയും ബീഫ് വരട്ടിയതും അച്ചാറുമാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യല്. അപ്പോൾ അതും ഒരു പിടി പിടിച്ചു കേട്ടോ. അങ്ങനെ 2, 3, 4 ഒക്കെ പിടി പിടിച്ചു. അങ്ങനെ അതും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയുന്നുണ്ട്, ഒരു കുറ്റം പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. സബ്സ്ക്രൈബ് പറയാൻ ഭയങ്കര ഒരു പ്രയാസമാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ സബ്സ്ക്രൈബ് എന്ന് പറയാതെ. അപ്പോൾ ഏതായാലും ഞാൻ സബ്സ്ക്രൈബ് എന്ന് തന്നെ നിങ്ങളെ ഇഷ്ടത്തോടെ തന്നെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടില്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ. വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.